എല്ലാ സിനിമാ പ്രേമികൾക്കും സിനിമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സത്യൻ മാസ്റ്റർ മലയാള സിനിമയുടെ ഒരേ ഒരു അതുല്യ നടൻ. ആ സത്യൻ മാസ്റ്ററുടെ 53ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാള സിനിമയിൽ നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ അതുല്യ നടനായിരുന്നു മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യൻ മാസ്റ്റർ. വളരെ ലളിതമെന്ന് തോന്നിപ്പിച്ച അഭിനയശൈലി അസാധ്യമായ ആഴങ്ങൾ ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും സിനിമയിൽ സത്യനെ കണ്ടവർക്ക് സത്യൻ അവിസ്മരണീയമാകുന്നത്. 1912 നവംബർ 9 തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിലെ മാനുവലിൻ്റെയും ലില്ലിയമ്മയുടെയും ആദ്യ പുത്രനായിട്ടാണ് നമ്മുടെ സത്യൻ ജനിച്ചത്. അധ്യാപകൻ, ഗുമസ്തൻ, പട്ടാളക്കാരൻ, പോലീസ്, നാടക നടൻ, അങ്ങനെ ജീവിതത്തിൽ പലവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്ത സത്യനേശൻ നാടാർ എന്ന തിരുവനന്തപുരംകാരൻ മലയാള സിനിമയിലെ സത്യൻ മാസ്റ്ററായത് പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പാടവം ഒന്നുകൊണ്ട് മാത്രമാണ്. 1941 പട്ടാളത്തിൽ ചേർന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മണിപ്പൂർ സേനയിൽ അംഗമായി. സേവനമനുസരിച്ച് ശേഷം തിരുവിതാംകൂറിൽ പോലീസായി ചേരുകയും ചെയ്തു. 1947-48 കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാലത്ത് ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥ കാലത്ത് പരിചയപ്പെട്ട സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരാണ് സത്യന് സിനിമയിലേക്ക് വഴി തുറന്നത്. ആദ്യ സിനിമ ത്യാഗസീമ വെളിച്ചം കണ്ടില്ലെങ്കിലും 1958 പുറത്തിറങ്ങിയ ആത്മസഖി വൻ വിജയമായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാള സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം ആ മഹാനടനും നടന്നു നീങ്ങി. നീലക്കുയിലിലെ ശ്രീധരൻ നായർ, തച്ചോളി ഉദയനൻ, ഓടയിലെ പപ്പു, ചെമ്മീനിലെ പളനി, യക്ഷിയിലെ പ്രൊഫസർ ശ്രീനിവാസൻ, മൂലധനത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് രവി, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ, അങ്ങനെ സത്യൻ മാസ്റ്ററിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഇന്നും അനശ്വരമായി നിലകൊള്ളുന്നു. കടൽപ്പാലത്തിലെ ഇരട്ട വേഷം മലയാളത്തിലെ ആദ്യ മികച്ച നടനുമാക്കി. പുറമെ വളരെ ലളിതമെന്ന് തോന്നിപ്പിച്ച അഭിനയശൈലി അസാധ്യമായ ആഴങ്ങൾ ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും സിനിമയിൽ സത്യനെ കണ്ടവർക്ക് സത്യൻ അവിസ്മരണീയമാകുന്നത്. സൂപ്പർ സ്റ്റാറായി തിളങ്ങുന്ന സമയത്ത് അപ്രതീക്ഷിതമായെത്തിയ ക്യാൻസർ സത്യൻ്റെ ജീവിതത്തിൽ വില്ലനായി. വേദന കടിച്ചമർത്തി ഹൃദയത്തോട് ചേർന്ന സിനിമയ്ക്കൊപ്പം പിന്നെയും നീങ്ങിയെങ്കിലും 2 വർഷത്തിനപ്പുറം അത് പോയില്ല. 1971 ജൂൺ 15 ആ കലാജീവിതം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞു. മലയാള സിനിമ സത്യന് നൽകിയ ആ സിംഹാസനം പകരക്കാരനില്ലാതെ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്.